തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ പാറശാല SHOയ്ക്ക് സസ്പെൻഷൻ. SHO P അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ റൂറൽ SP ദക്ഷിണമേഖല IGക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. SHO ഓടിച്ച കാറിടിച്ച് വയോധികനായ രാജനാണ് മരിച്ചത്. വാഹനം ഓടിച്ചത് SHO തന്നെ എന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ 24 നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ്, ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണല്ലേ? വിജയകുമാർ, ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയിരുന്ന ഈ പാറശാല SHO ആയിട്ടുള്ള P അനിൽകുമാർ അദ്ദേഹം ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഈ സംഭവം 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് പോലീസ് ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയിലേക്ക് കടന്നത്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം റൂറൽ SP ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും CCTV ദൃശ്യങ്ങളിൽ ഈ വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോകുന്നതും ഈ വാഹനം ഓടിച്ചതും ഈ SHO തന്നെയാണെന്ന് ഉറപ്പിക്കുന്നത്. അതിനുശേഷമാണ് ഈ വിഷയത്തിൽ ഒരു നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ട് തിരുവനന്തപുരം റൂറൽ SP ചില മൂവുകൾ നടത്തുന്നതിന് ശേഷമാണ് ദക്ഷിണ മേഖല IG ശ്യാം സുന്ദർ ഇപ്പോൾ ഈ വിഷയത്തിൽ നടപടിയെടുത്തിട്ടുള്ളത്. പ്രാഥമിക നടപടി എന്നോണം പാറശാല SHO ആയിട്ടുള്ള അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വകുപ്പുതല അന്വേഷണം തുടരുകയാണ്. കടുത്ത നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള സൂചന കൂടി പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. വിജയകുമാർ, അതിലെ ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തുവിട്ടതാണ്, 24 പുറത്തുവിട്ടതാണ്. ഈ SHO തന്നെയാണ് ആ വാഹനം ഓടിച്ചത് എന്നതിൻ്റെ തെളിവുകളും അതിൻ്റെ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. SHO P അനിൽകുമാർ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ നൽകിയിരുന്നു. ആ ഉത്തരവ് ഇപ്പോൾ വരികയും ചെയ്തിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.